പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പാക് അധീന കശ്മീരിലെ അടക്കം 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. നീതി നടപ്പാക്കിയെന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു. വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു. അനുഷ, കനത്ത തിരിച്ചടിക്ക് തയ്യാറാവുകയാണ് ഇന്ത്യ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് സാധാരണക്കാരായ മനുഷ്യരുടെ ചോര ചിന്തിയ ആ ഒരു ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള ഭീകരകേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ്. 600ഓളം ഭീകരകേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത്. ആ ഭീകരകേന്ദ്രങ്ങളെല്ലാം തകർത്തു. അതും പാക് സൈനിക കേന്ദ്രങ്ങളോ സിവിലിയനുകളെയോ യാതൊരു രീതിയിലും ബാധിക്കാത്ത രീതിയിലാണ് ഈ ഭീകരകേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് സംയുക്ത ഓപ്പറേഷനാണ് നടന്നത്. കര, വ്യോമ, നാവികസേനയും ഇന്റലിജൻസ് വൃത്തങ്ങളും ഇന്റലിജൻസ് ബ്യൂറോകളും അടക്കം ഉൾപ്പെടെയുള്ള ഒരു സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. പുലർച്ചെ 1:40 12:30 തുടങ്ങി 1:44 അവസാനിച്ച ഒരു ദൗത്യമാണ് ഇത്. അതീവ തന്ത്രപരമായ മേഖലകളിലെല്ലാം തന്നെ ഈ പാക് ഭീകരർ ഒളിച്ചിരിക്കുന്ന ദിനം പ്രതി കശ്മീരിൽ ആക്രമണം നടത്തി പാക് ഭീകരർ ഒളിച്ചിരിക്കുന്ന ഒരിടത്തിലേക്ക് തന്ത്രപ്രധാന പാക് അധിനിവേശ കശ്മീരിന്റെയും തന്ത്രപ്രധാന ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ തകർത്തിരിക്കുന്നു. നിലവിൽ ഇന്ത്യ സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ സൈന്യം സ്ഥിരീകരിക്കുന്നത് 9 ഇടങ്ങളിലായി ഇന്ത്യൻ സൈന്യത്തിന്റെ മിസൈൽ മിന്നൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടാണ് അത്യാധുനിക മിസൈലുകൾ തൊടുത്തുവിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 12 ഭീകരർ കൊല്ലപ്പെട്ടു, 55 പേർക്ക് പരിക്കേറ്റതായും ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ 10 മണിക്കു ശേഷം നടക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. ഇതോടൊപ്പം തന്നെ 600ഓളം ഭീകരരെയാണ് ലക്ഷ്യമിട്ടത്. ഇതിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും പ്രധാന കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തിരിക്കുന്നു. എത്ര പേരെ കൊല്ലപ്പെട്ടു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ, എത്ര ഭീകരർ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കുകളെല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും വ്യക്തമാക്കുന്നു, ഇന്ത്യ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പാക് സൈനിക കേന്ദ്രങ്ങളെയോ സിവിലിയൻ സാധാരണക്കാരായ പാകിസ്ഥാൻ പൗരന്മാരെയോ ലക്ഷ്യമിട്ടിട്ടില്ല, ആക്രമിച്ചിട്ടില്ല എന്ന്. ഇതിന്റെ കൂടെ തന്നെ 600ഓളം ഭീകരരെയാണ് ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പഹൽഗാമിനെ ഇതിലും മനോഹരമെന്ന വാക്ക് ഈ നിമിഷത്തിൽ ഉപയോഗിക്കാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും പറയുന്നു, ഇതിലും മനോഹരമായ ഒരു തിരിച്ചടിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത അത്ര വലിയൊരു തിരിച്ചടിയാണ് നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 15 ദിവസം വളരെ കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിന് ഇത്ര വലിയൊരു സൈനിക ഓപ്പറേഷനിലൂടെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന്, അതിർത്തിയിൽ നിന്ന്, അതായത് ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് ഈ ഒരു ആക്രമണമെല്ലാം നടന്നത്. ഇതിൽ പ്രധാനമായും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കറിന്റെയും പ്രധാന ഭീകരാക്രമണ അല്ലെങ്കിൽ ഇവരുടെ പ്രധാന താവളമായ ഇടങ്ങളിലാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേര് ബഹാവൽപൂർ എന്ന ഒരു ഭീകര കേന്ദ്രത്തെയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ബഹാവൽപൂരിലാണ് പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ 8ാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ഭീകരർ എല്ലാ ഭീകരാക്രമണത്തിന് ശേഷവും ഒളിച്ചു താമസിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തീമഴ പെയ്ച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുരിക്കെ, ഭവൽപൂർ, ഭിംബേർ, കോട്ട്ലി, അഹമ്മദാപൂർ, ചകമ്രു, ഗുൽപൂർ, സിയാൽകോട്ട് എന്നിങ്ങനെ 9 ഇടങ്ങളിൽ, മുസാഫർപൂരിലെ 2 ഇടങ്ങളിൽ അടക്കം ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നു ഇന്ത്യ. അതോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയിൽ നിന്ന് 10 കിലോമീറ്ററും 100 കിലോമീറ്ററും ദൂരമുള്ളിടത്തേക്കാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ്. മുരിക്കെ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന കേന്ദ്രമാണ് എന്നാണ് ഇന്ത്യ. ഒപ്പം തന്നെ ഗുൽപൂർ, പുഞ്ച് ആക്രമണമെല്ലാം നടന്ന സമയത്ത് ഈ തീവ്രവാദികളെല്ലാം വന്നത് ഈ ഗുൽപൂരിൽ നിന്നാണ്. ഇവർ ഒളിത്താവളം തേടിയതും ഗുൽപൂരിലാണ്. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയുടേതടക്കം വലിയ രീതിയിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കം ഇടപെട്ട് വലിയ രീതിയിലാണ് ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് കര, നാവിക, വ്യോമസേനകളും ഒപ്പം ഇന്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. കൃത്യമായി ഭീകരതയെ സ്പോട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെ പറയണം. 15 ദിവസം കൊണ്ട് ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കും? പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-നാണ്.
അന്ന് നിരപരാധികളായ 26 ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ മതത്തിന്റെ പേരിൽ എന്താണ് നിങ്ങളുടെ മതം എന്ന് ചോദിക്കുന്നു, പേര് ചോദിക്കുന്നു, കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു, തൊട്ടു പിന്നാലെ വെടിവെച്ചു കൊല്ലുന്നു. അതിൽ മലയാളി അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഭീകരാക്രമണത്തിന്റെ വേദന ഇന്ത്യ ഉൾപ്പെടെ ഒന്നാകെ ഏറ്റെടുത്തതാണ്. ഈ ഒരു വേദനയിൽ ഇന്ത്യ എന്നാണ് തിരിച്ചടിക്കുന്നത് എന്നായിരുന്നു രാജ്യം മുഴുവൻ ചോദിച്ചത്. ഇപ്പോൾ ഇതാ ആ മറുപടി വന്നിരിക്കുന്നു. രാജ്യം മനോഹരമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഒപ്പം തന്നെ 15 ദിവസമായിരുന്നു പഹൽഗാമിന്റെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പ്ലാൻ ചെയ്തത്. ഇന്നലെയും മിനിഞ്ഞാന്നും 2 ദിവസങ്ങളിലായി ആ 48 മണിക്കൂറുകളിൽ അജിത് ഡോവലും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അങ്ങനെ പല തരത്തിലുള്ള നയതന്ത്രപരമായ അല്ലെങ്കിൽ നിർണായകമായ പല കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രിയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് വലുതെന്തോ വരാനിരിക്കുന്നു എന്ന് ഇന്ത്യക്കാർക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ സ്വപ്നങ്ങളിൽ പോലും ഇത്തരം ഒരു ഭീകരാക്രമണം നടക്കുമെന്നോ 600-ലധികം ഭീകരകേന്ദ്രങ്ങളെ ഇന്ത്യ ഇല്ലാതാക്കുമെന്നോ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പ്രതികരണം ഈ നിമിഷങ്ങളിൽ എന്താണ് എന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. നിലവിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാൻ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇത്തരത്തിലൊരു സൈനികാക്രമണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈനിക മേധാവി ഈ ഉത്തരത്തിൽ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 9 ഇടങ്ങളിലായി 24 തവണ ആക്രമണം ഉണ്ടായി എന്നാണ് പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതിൽ വരുന്നത്. ഇതിൽ ഇവർ പറയുന്നത്, പാകിസ്ഥാൻ സ്വാഭാവികമായും പറയുന്നത്, ഒരു കാലത്തും പാകിസ്ഥാൻ ഭീകരതയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നത് സമ്മതിച്ചിട്ടില്ല. ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങൾ, ഇന്ത്യ എല്ലാ കാലവും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളടക്കം അല്ലെങ്കിൽ പറയുന്ന ഐക്യരാഷ്ട്രസഭയിലടക്കം UN സെക്യൂരിറ്റി കൗൺസിലടക്കം പറയുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ പാകിസ്ഥാൻ അത് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് സംഭവിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 8 മരണവും 15 പേർക്ക് പരിക്കുമെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ മേജർ ജനറൽ അഹമ്മദ് ഷെരീഫിന്റെ ഒരു പ്രസ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്തരത്തിലൊരു സൈനിക ഓപ്പറേഷൻ നടന്നു, ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകും, ഇതൊരു യുദ്ധം തന്നെയായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്നെല്ലാം പാകിസ്ഥാൻ പ്രതികരിക്കുന്നുണ്ട്. ഇതിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറഞ്ഞത്, സാധാരണക്കാരെ പാക് പൗരന്മാരെയാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് എന്ന വിവരം എന്നെല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ വളരെ കൃത്യമായ ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. സൈന്യം ആക്രമിച്ചതെല്ലാം തീവ്രവാദ കേന്ദ്രങ്ങളാണ്. സിവിലിയനോ പാക് സൈനിക കേന്ദ്രങ്ങളെയോ യാതൊരു തരത്തിലും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് 10 മണിയോടുകൂടി ചേരുന്ന ഒരു പ്രസ് ബ്രീഫിംഗിൽ ഇന്ത്യയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് പാകിസ്ഥാന്റെ പ്രതികരണം. ഇനി പാകിസ്ഥാൻ തീർച്ചയായും തിരിച്ചൊരു പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് ഒരു വസ്തുത തന്നെയാണ്. അത് ഇന്ത്യ തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യാക്രമണം നേരിടാനുള്ള എല്ലാ കരുതലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, അതിർത്തിയിൽ പൂഞ്ചിലും രജൌരിയിലുമെല്ലാം വലിയ രീതിയിലുള്ള വെടിവയ്പ് നടക്കുന്നുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തൊട്ടു പിന്നാലെ ഏപ്രിൽ 25 ഇന്ത്യ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയിരുന്നു. തൊട്ടു പിന്നാലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ജലയുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. ജലയുദ്ധം തന്നെ ഇന്ത്യ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തീമഴ പെയ്ച്ചുകൊണ്ടുള്ള പുതിയ യുദ്ധത്തിലേക്ക് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ സൈനിക വൃത്തങ്ങൾ പറയുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ്. അതായത് ഇതിന് ഇനിയും ഘട്ടങ്ങൾ 1, 2 ഇല്ല അതിൽ കൂടുതലോ ഘട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും സൈനിക വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കേണ്ടത്, പാകിസ്ഥാൻ ഇനി എങ്ങനെയാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഭീകരകേന്ദ്രങ്ങളെ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കത്തെ ഏത് രീതിയിലാണ് പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുക എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യ ഒരുപടി മുന്നേറിയുന്നത് കൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്, അതിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് വിദേശ രാജ്യങ്ങളെയെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സൈനികാക്രമണം നടത്തേണ്ട സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംയമനം പാലിക്കണം, ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ റഷ്യ, US സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവരോട് ഈ ഒരു സാഹചര്യം ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പെഹൽഗാമിന് ശേഷം നിരവധി തവണ
ഈ രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തിയിരുന്നു, നയതന്ത്രപരമായ ചർച്ച നടത്തിയിരുന്നു, ഒഫീഷ്യൽ അൺഒഫീഷ്യൽ ചർച്ചകൾ നടത്തിയിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ത്യ സംയമനം പാലിക്കണം, സംഘർഷം ഉണ്ടാവരുത്, സംഘർഷ സാധ്യത ലഘൂകരിക്കണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത് സംയമനം പാലിക്കണം, സംഘർഷത്തിലേക്ക് കടക്കരുത് എന്നാണ്. പക്ഷേ ഇന്ത്യക്ക് പഹൽഗാമിന് നിരപരാധികളായ മനുഷ്യരുടെ രക്തം ചിന്തിയതിന് മറ്റ് മാർഗങ്ങൾ, മറ്റ് തിരിച്ചടികളൊന്നുമല്ല ഇന്ത്യ നൽകിയത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ ഒരു ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്തു. എത്രയോ കാലമായി ഇന്ത്യ സഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരപരാധികളുടെ ചോര ചിന്തുന്ന പലതവണ പല ഭീകരാക്രമണങ്ങൾക്കും ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ്. ഇത് ആദ്യഘട്ടം മാത്രമാണ് എന്നതാണ് വ്യക്തമാക്കേണ്ട കാര്യം. ഇനിയും ഇതിന് ഘട്ടങ്ങൾ ഉണ്ടായേക്കാം, ഇനിയും ഇതിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടായേക്കാം. തിരിച്ചടി ഈ പാകിസ്ഥാൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ദീപ്തി. അനുഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് സർവൈവ്ഡ് അല്ലെങ്കിൽ നീതി നടപ്പാക്കി എന്നായിരുന്നു ഈ ഒരു ഭീകരവാദം അല്ലെങ്കിൽ മറുപടി കൊടുത്തു എന്നുള്ള ഒരു ചുട്ട മറുപടി തന്നെ നൽകി എന്ന് ഇന്ത്യയുടെ ഒരു പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ആ ഈ ഒരു അറിയിപ്പിന്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് സർവൈവ്ഡ് എന്നാണ്, നീതി നടപ്പാക്കി എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഈ ഒരു ഓപ്പറേഷനെ തത്സമയം നിരീക്ഷിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതുപോലെ നമ്മുടെ പ്രതിരോധ മന്ത്രി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഒരു തിരിച്ചടിയിൽ പ്രതികരിച്ചത് എന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ശക്തമായി തന്നെ ഇനിയും ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ളൊരു ഉറച്ച നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായും ഇന്ത്യയുടെ തിരിച്ചടി തന്നെയാണ് ഇത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പാകിസ്ഥാൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പാക് സൈനിക മേധാവി, അതായത് പാക് സൈനിക മേധാവി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാക് സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തു, ഡ്രോൺ വെടിവെച്ചിട്ടു, അത്തരത്തിലുള്ള വാർത്തകളെല്ലാം പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും ഒരു സൈനികന് പോലും പരിക്കേറ്റിട്ടില്ല, അല്ലെങ്കിൽ ഒരു സൈനികന് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല, ഇന്ത്യൻ സൈന്യം എല്ലാം സുരക്ഷിതരാണ് എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ മറ്റ് വീഡിയോകളെല്ലാം പുറത്തുവിടുന്നുണ്ട്. ഈ വീഡിയോകളിൽ ഗെയിമിന്റെ വീഡിയോ അടക്കമുള്ള വീഡിയോകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോഴെല്ലാം സാധാരണഗതിയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അന്താരാഷ്ട്ര തലത്തിലടക്കം പറയുന്ന ഒരു കാര്യമാണ്, സിവിലിയൻസിനെ ആക്രമിച്ചു അല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 600 ഭീകരർ തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നീതി നടപ്പാക്കിയെന്ന് സമൂഹ മാധ്യമങ്ങളുടെ സേന അറിയിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രതയിലാണ് രാജ്യം. ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയാണ്.